Hi, welcome to Lash Class. BA English 3rd Semester Language in ആക്ഷനിലെ മീഡിയ ആസ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ ഫ്രേസ് അപ്ലൈഡ് നോളജ് റെഫർ ടു? അപ്ലൈഡ് നോളജ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്ലൈഡ് നോളജ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് നാച്ചുറൽ എലിമെൻറ്റ്സ് ഇൻ ടു ഹ്യൂമൻ മെയ്ഡ് ഫോംസ്. നാച്ചുറൽ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള കാര്യങ്ങളെ ഹ്യൂമൻ മെയ്ഡ് ഫോംസിലേക്ക് മാറ്റുന്നതിനെയാണ് അപ്ലൈഡ് നോളജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നേച്ചർ ഇൻ ടു ആർട്ട്, ടൂൾസ് ഓർ ടെക്നോളജീസ്. അപ്പോൾ പ്രകൃതിയിലുള്ള കാര്യങ്ങളെ ആർട്ടായിട്ടും ടൂൾസായിട്ടും ടെക്നോളജി ആയിട്ടും മാറ്റുന്നതിനെയെല്ലാം അപ്ലൈഡ് നോളജ് എന്ന് പറയുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് കണ്ടിരുന്നതാണ്. ഈ ബേർഡ്സ് പറക്കുന്നതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് എയ്റോപ്ലെയിൻസ് നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സ് പോലെ നേച്ചറിലുള്ള എലിമെൻറ്റ്സിനെ ഹ്യൂമൻ മെയ്ഡ് ഫോംസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് നോളജ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെൻ ബൈ മാൻസ് റീച്ച് മസ്റ്റ് എക്സീഡ് ഹിസ് ഗ്രാസ്പ്? ഇനി മനുഷ്യരുടെ കൈകൾ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിൻ്റെ അപ്പുറത്തേക്ക് നീളണം എന്ന് പറയുന്ന ഈ ഒരു വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദിസ് ഫ്രേസ് മീൻസ് ദാറ്റ് ഹ്യൂമൻ അംബിഷൻ ആൻഡ് ഇമാജിനേഷൻ ഓഫ്റ്റൻ എക്സ്റ്റെൻഡ് ബിയോണ്ട് വാട്ട് ഈസ് കറൻ്റ്ലി അറ്റൈനബിൾ. ഈ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യരുടെ അംബീഷനും ഇമാജിനേഷനും പലപ്പോഴും സാധ്യമാകുന്ന കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യർ പറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ അത് അസാധ്യമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവരത്തരത്തിലുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിരുന്നത്. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ടൈം മെഷീൻ പോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിലവിലുള്ള ഈ ഒരു ടെക്നോളജി വെച്ചുകൊണ്ട് പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നിലവിൽ സാധ്യമല്ലാത്ത കാര്യങ്ങളിലേക്ക് മനുഷ്യരുടെ ഇമാജിനേഷനും അംബീഷനും പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മക്ലൂഹൻ യൂസസ് ഇറ്റ് ടു ഇല്ലുസ്ട്രേറ്റ് ഹൗ ടെക്നോളജി ഈസ് ഓൾവേസ് സ്ട്രെച്ചിങ് ദ ലിമിറ്റ്സ് ഓഫ് പോസിബിലിറ്റി. അങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് സങ്കല്പിക്കാനുള്ള മനുഷ്യരുടെ ഈ കഴിവ് കൊണ്ടാണ് ഹ്യൂമൻ ടെക്നോളജി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. വാട്ട് ഡസ് മക്ലൂഹൻ മീൻ ബൈ മീഡിയ ആർ ആക്റ്റീവ് മെറ്റഫേഴ്സ്? ഇനി മീഡിയ മെറ്റഫേഴ്സ് ആണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? McLuhan argues that media reshape experience by translating it from one form into another. മീഡിയ നമ്മുടെ എക്സ്പീരിയൻസിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, പീപ്പിൾ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് യുണീക്ക്ലി. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് വ്യത്യസ്ത കമ്മ്യൂണിക്കേഷൻ മീഡിയം ആളുകൾ വ്യത്യസ്ത രീതിയിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ മെസ്സേജ് അയക്കുന്നത്, ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്, ലെറ്റർ അയക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത്തരത്തിൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. അത്തരത്തിലാണ് ഇത് മെറ്റഫോർ ആണെന്ന് പറയുന്നത്. ഹൗ ഡു വേർഡ്സ് സെർവ് ആസ് എ ടെക്നോളജി ഓഫ് എക്സ്പ്ലിസിറ്റ്നെസ്? ഇനി വേർഡ്സ് എങ്ങനെയാണ് ഒരു ടെക്നോളജി ആയിട്ട് പ്രവർത്തിക്കുന്നത്? അതും ഒരു ടെക്നോളജി ഓഫ് എക്സ്പ്ലിസിറ്റ്നെസ് എന്നാണ് പറയുന്നത്. എക്സ്പ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്ന് കാണിക്കുക, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വേർഡ്സ് കൺവേർട്ട് ഇമ്മീഡിയറ്റ് ഇന്നർ എക്സ്പീരിയൻസ് ഇൻ ടു ഔട്ട്വേർഡ് ഷെയറബിൾ ഫോംസ്. വാക്കുകളാണ് നമുക്ക് ഇന്നർ എക്സ്പീരിയൻസ്, നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, തോട്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് വേർഡ്സ് ആണ്. ദിസ് മേക്സ് ലാംഗ്വേജ് എ ടെക്നോളജി ഓഫ് എക്സ്പ്ലിസിറ്റ്നെസ്. ഈ ഒരു അർത്ഥത്തിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, വേർഡ്സ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ഓഫ് എക്സ്പ്ലിസിറ്റ്നെസ് ആണ് നമുക്ക് പറയാം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും ആശയങ്ങളും അതുപോലെ തന്നെ ഫീലിങ്സും എല്ലാം തന്നെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്നത് വേർഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ്. Why does McLuhan compare electromagnetic technology to tribal rituals? ഇനി എന്തുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് ടെക്നോളജിയെ ട്രൈബൽ റിച്വൽസ് അല്ലെങ്കിൽ ഗോത്ര ആചാരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? മക്ലൂഹൻ കമ്പയർസ് them as parallel forms of applied knowledge. മക്ലൂഹൻ പറയുന്നത് ഇത് രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള അപ്ലൈഡ് നോളജ് എന്ന രീതിയിലാണ്. അപ്ലൈഡ് നോളജ് നമ്മൾ നേരത്തെ പറഞ്ഞു, നേച്ചറിനെ ഹ്യൂമൻ മെയ്ഡ് ഫോമിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളെയാണ് അപ്ലൈഡ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈബൽ റിച്വൽസും അതുപോലെ തന്നെ ടെക്നോളജിയും ഇതിൻ്റെ വ്യത്യസ്ത രീതികളെന്നാണ് അദ്ദേഹം പറയുന്നത്.
While technology translates nature into tools and media, tribal rituals aim to translate spiritual energy into symbolic forms. ടെക്നോളജിയിൽ നമുക്കറിയാം നേച്ചറിനെ ടൂൾസായിട്ടും മീഡിയ ആയിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബേർഡ്സ് പറക്കുന്നതിന് എയ്റോപ്ലെയിൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇതേ സമയത്ത് ട്രൈബൽ റിച്വൽസ് ഈ നേച്ചറിലുള്ള സ്പിരിച്വൽ എനർജിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സ്പിരിച്വൽ എനർജിയെ സിംബോളിക് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ട്രൈബൽ റിച്വൽസിനകത്ത് നടക്കുന്നത്. അത്തരത്തിൽ ട്രൈബൽ റിച്വൽസും ടെക്നോളജിയും ഈ നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള മനുഷ്യരുടെ ശ്രമം എന്ന രീതിയിലാണ് അദ്ദേഹം കണക്കാക്കുന്നത്. വാട്ട് ഡസ് ദ പാസേജ് മീൻ ബൈ ദി എൻറ്റയർ ഗ്ലോബ് ആൻഡ് ഓഫ് ദ ഹ്യൂമൻ ഫാമിലി എ സിംഗിൾ കോൺഷ്യസ്നെസ്? ഇനി ഈ ലോകത്തുള്ള എല്ലാവരുടെ മനസ്സും ഒരു മനസ്സുപോലെ ആകും എന്ന ഒരു ആശയം അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മക്ലൂഹൻ envisions the outcome of advancements in media technology. മീഡിയ ടെക്നോളജിയിലുള്ള ഈ ഒരു അഡ്വാൻസ്മെൻറ്റ് ഏത് ഒരു രീതിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോവുക എന്ന് അദ്ദേഹം സങ്കല്പിക്കുന്നു. അവർ മൈൻഡ്സ് ആർ ഓൾറെഡി എക്സ്റ്റേണലൈസ്ഡ് വിത്ത് സറൗണ്ടിങ് ഇൻഫർമേഷൻ. ഇപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൈവറ്റ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ചുറ്റും നമുക്ക് എപ്പോഴും ഇൻഫർമേഷൻസ് ആണ്. ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് അറിയാൻ സാധിക്കും, നമുക്ക് ലൈവായിട്ട് ആളുകളോട് ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ നമ്മുടെ മനസ്സ് ഇപ്പോൾ തന്നെ പുറമേയുള്ള ലോകത്തേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. He suggests that the next step would be programming consciousness so that humanity will have one collective synchronized mind. ഇനി ഈ ടെക്നോളജിയുടെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ തന്നെ പ്രോഗ്രാം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും വരിക എന്ന് അദ്ദേഹം പറയുന്നു. ഇലോൺ മസ്കിൻ്റെയൊക്കെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു പരീക്ഷണങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ എല്ലാവരുടെ മനസ്സും ഒരുപോലെ ആക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ഇനി വരും എന്ന രീതിയിലാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് മീഡിയ ആർ ആക്റ്റീവ് മെറ്റഫേഴ്സ്. മീഡിയ മെറ്റഫേഴ്സ് ആണെന്നുള്ളൊരു കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. മക്ലൂഹൻ ആർഗ്യൂസ് ദാറ്റ് media do not merely transmit information but transform how we experience it. മക്ലൂഹൻ പറയുന്നത് മീഡിയ ഇൻഫോർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഇൻഫോർമേഷൻ നമ്മൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നതിനെ കൂടി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. ദസ് മേക്കിംഗ് മീഡിയ ആക്റ്റീവ് മെറ്റഫേഴ്സ്. അത്തരത്തിലാണ് നമ്മുടെ എക്സ്പീരിയൻസിനെ ചേഞ്ച് ചെയ്യുന്നതിലൂടെ മീഡിയ മെറ്റഫേഴ്സ് ആകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. Every media changes the way people experience and interpret information. ഓരോ മീഡിയയും നമ്മൾ ഏത് രീതിയിലാണ് ഇൻഫോർമേഷനെ അനുഭവിക്കുന്നത് എന്നതിൽ മാറ്റം വരുത്തുന്നുണ്ടെന്ന് പറയുന്നു. ഫോർ ഇൻസ്റ്റൻസ്, കമ്മ്യൂണിക്കേഷൻ ത്രൂ ടെക്സ്റ്റ്, ഫോൺ കോൾസ് ആൻഡ് ലെറ്റേഴ്സ് ആൾട്ടേഴ്സ് അവർ ഇന്നർ എക്സ്പീരിയൻസ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്, നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ കത്ത് അയക്കുമ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇന്നർ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നത്. Metaphors such as speech expressions like rain check ട്രാൻസ്ഫർ മീനിങ് ഫ്രം വൺ ഡൊമെയിൻ ടു അനദർ. ഇനി മെറ്റഫേഴ്സിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് മീനിങ് ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം സിംബോളിക് ആയിട്ട് പറയുന്നതാണ് നമുക്കറിയാം. ഒരു എക്സാമ്പിൾ പറയുന്നത്, റെയിൻ ചെക്ക് എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ ഇംഗ്ലീഷിനകത്ത് ഉപയോഗിക്കുന്നതാണ്. ഒരാൾ നമ്മളെ ഒരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ വരാൻ നോക്കാം, ശ്രമിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് റെയിൻ ചെക്ക് എന്ന് പറയുന്നത്. അത്തരത്തിൽ മെറ്റഫേഴ്സിലൂടെ നമ്മൾ ഒരു എക്സ്പീരിയൻസിനെ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. സിമിലർലി മീഡിയ ട്രാൻസ്ലേറ്റ് എക്സ്പീരിയൻസ് ഫ്രം വൺ മോഡ് ടു അനദർ. ഇത്തരത്തിലാണ് മീഡിയയും ഒരു എക്സ്പീരിയൻസിനെ ഒരു മോഡിൽ നിന്ന് വ്യത്യസ്ത രീതിയിലാക്കി അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നു. എക്സാമ്പിൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ടെക്സ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോൾ ചെയ്യുന്നതും അതുപോലെ വ്യത്യസ്ത രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് നൽകുന്നതെന്ന് പറഞ്ഞിരുന്നു. ദിസ് കൺസെപ്റ്റ് ഈസ് ട്രൂ ഫോർ നോൺ കമ്മ്യൂണിക്കേഷൻ മീഡിയ ആസ് വെൽ. ഇനി കമ്മ്യൂണിക്കേഷൻ മീഡിയയ്ക്ക് അപ്പുറത്തുള്ള മീഡിയകൾക്കും ഈ ഒരു കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആണ്. ഫോർ ഇൻസ്റ്റൻസ്, മണി ആക്ട്സ് ആസ് എ മെറ്റഫോർ ദാറ്റ് ട്രാൻസ്ഫോംസ് ലേബർ ഇൻ ടു വാല്യൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് മണി അല്ലെങ്കിൽ പണമാണ്. നമ്മുടെ അധ്വാനത്തിൻ്റെ വേറൊരു രൂപത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് നമുക്ക് പണത്തിനെ കാണാവുന്നതാണ്. Thus, media are active metaphors that reshape social and psychological experience. ഇത്തരത്തിൽ നമ്മുടെ ഇന്നർ എക്സ്പീരിയൻസിനെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് മീഡിയയെ മെറ്റഫേഴ്സ് എന്ന് വിളിക്കുന്നത്.
ഹൗ ഡസ് ഇലക്ട്രിക് ടെക്നോളജി എക്സ്റ്റെൻഡ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്? ഇനി എങ്ങനെയാണ് ഇലക്ട്രിക് ടെക്നോളജി മനുഷ്യരുടെ മനസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. McLuhan argues that every technology is an extension and a translation of nature and human nature. McLuhan പറയുന്നത് എല്ലാ ടെക്നോളജിയും ഒന്നുകിൽ നേച്ചറിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ്. Earlier technologies extended the physical body, such as tools extended hands and wheels extended feet. അദ്ദേഹം പറയുന്നത് ആദ്യകാല ടെക്നോളജികൾ നമ്മുടെ ശരീരത്തെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ വീൽസ് അല്ലെങ്കിൽ ചക്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കാലുകളുടെ എക്സ്റ്റൻഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളുടെ എക്സ്റ്റൻഷനാണ്. നമ്മുടെ ക്ലോത്ത് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന രീതിയിൽ ആദ്യകാലത്തെ ടെക്നോളജികളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇലക്ട്രിക് ടെക്നോളജി ബൈ കോൺട്രാസ്റ്റ് extends the central nervous system and mental faculties. എന്നാൽ ഇതേ സമയത്ത് ഇലക്ട്രിക് ടെക്നോളജി ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നു. It allows instant communication, connecting people across distances and creating shared awareness. ഇലക്ട്രിക് ടെക്നോളജിയിലൂടെ നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ലൈവായിട്ട് നമുക്ക് ആളുകളെ വിളിച്ച് സംസാരിക്കാനോ ഒരുപക്ഷെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാനോ എല്ലാം സാധിക്കും. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഷെയറിംഗ് നെറ്റ്വർക്ക്സ്, നമുക്കറിയാം ലോകത്ത് എവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും അത് ലൈവായിട്ട് തന്നെ എല്ലാവരെയും അറിയിക്കുന്ന രീതിയിൽ മീഡിയയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഈ ഒരു മൈൻഡിൻ്റെ എക്സ്റ്റൻഷൻ പോലെയാണ് ഈ ഇലക്ട്രോണിക് മീഡിയ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. ദിസ് ഇൻ്റർ കണക്റ്റഡ്നെസ് എക്സ്റ്റേണലൈസസ് ഹ്യൂമൻ തോട്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മൈൻഡ് എക്സ്റ്റെൻഡ് ആയതുപോലെയാണെന്ന് പറയുന്നു. It makes our consciousness a part of a global information network. As a result, electric media alter how we think and perceive. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒരു ഗ്ലോബൽ ഇൻഫർമേഷൻ നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കുന്നു. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മനസ്സ് എന്ന രീതിയിൽ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കില്ല. കാരണം ലോകത്ത് ഏത് കോണിൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ നമ്മൾ എങ്ങനെ ലോകത്തെ നോക്കി കാണുന്നു, അതുപോലെ തന്നെ നമ്മളെ ചിന്തകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിലെല്ലാം ഒരു ഘടകമായതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് നിന്ന് ഒരു എക്സ്റ്റേണലൈസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ ഇലക്ട്രോണിക് ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു. ഇറ്റ് എഫക്റ്റീവ്ലി ആക്ട്സ് ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്. ഇത്തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഈ ഇലക്ട്രിക് ടെക്നോളജി പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഡിസ്കസ് ഷേക്സ്പിയേഴ്സ് ഫോറസ്റ്റ് ഓഫ് ആർദൻ ആസ് എ മെറ്റഫർ ഫോർ ദി ഏജ് ഓഫ് ഓട്ടോമേഷൻ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ച്. ഇനി ഷേക്സ്പിയറിൻ്റെ ഫോറസ്റ്റ് ഓഫ് ആർദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന വർക്കിൽ നിന്നുള്ള ഒരു സെറ്റിങ് ഇനി വരാൻ പോകുന്ന കാലത്തുള്ള ഓട്ടോമേഷൻ ടെക്നോളജിയുടെ ഒരു സിമ്പൽ എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. McLuhan interprets Shakespeare's Forest of Arden as a metaphor for the age of automation and technological change. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷേക്സ്പിയറിൻ്റെ ഫോറസ്റ്റ് ഓഫ് ആർദൻ എന്ന് പറയുന്ന ഒരു സെറ്റിങ് ഇനി വരാൻ പോകുന്ന കാലത്തെ ഓട്ടോമേഷൻ ടെക്നോളജിയുടെ ഒരു സിമ്പൽ എന്ന രീതിയിലാണ് മക്ലൂഹൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. In As You Like It, the Forest of Arden is a pastoral space free from the demands of conventional labor. ഇനി ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന വർക്കിനകത്ത് ഫോറസ്റ്റ് ഓഫ് ആർദൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പാസ്റ്ററൽ സ്പേസ് ആണ്. അതായത് നമ്മൾ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഫ്രീ ഫ്രം ദ ഡിമാൻഡ്സ് ഓഫ് കൺവെൻഷണൽ ലേബർ. ആളുകൾക്ക് ഈ നഗര ജീവിതത്തിലൊക്കെ ഉള്ളതുപോലെ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നുമില്ലാതെ അവർക്ക് ആവശ്യമായതെല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ആ ഒരു ഫോറസ്റ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്പേസ് വെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് എക്സ്പ്രഷൻ ത്രൈവ് ആസ് ഓൾ നീഡ്സ് ആർ മെറ്റ് വിത്തൗട്ട് ഹാവിങ് ടു വർക്ക്. അപ്പോൾ പിന്നെ മനുഷ്യർക്ക് അവിടെ ചെയ്യാനുള്ളത് ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കാരണം അവർക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ ആ ഫോറസ്റ്റിൽ നിന്ന് അവരൊന്നും ചെയ്യാതെ തന്നെ ലഭിക്കുന്നുണ്ട്. McLuhan draws a parallel between this setting and the modern technological world. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിൻ്റെ സെറ്റിങ്ങും അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജിക്കൽ വേൾഡും തമ്മിലുള്ളൊരു പാരലൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു.
ഹി എൻവിഷൻസ് മെഷീൻസ് ആൻഡ് ഓട്ടോമേഷൻ ടേക്കിംഗ് ഓവർ ഓൾ വർക്ക്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ ഓട്ടോമേഷനും അതുപോലെ തന്നെ മെക്കാനൈസേഷനും എല്ലാം മനുഷ്യർക്ക് ജോലികളൊന്നും ചെയ്യേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് അദ്ദേഹം സങ്കല്പിക്കുന്നു. നമ്മൾ ഫോറസ്റ്റ് ഓഫ് ആർദനിലും അതാണ് കാണുന്നത്. ആളുകൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഫോറസ്റ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഓട്ടോമേഷൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ജോലിയൊന്നും ചെയ്യേണ്ടി വരാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നു. In the forest of Arden, everything such as trees and rivers is translated into meaning. ഇനി ഫോറസ്റ്റ് ഓഫ് ആർദനകത്ത് ഷേക്സ്പിയർ എല്ലാ കാര്യങ്ങൾക്കും ഒരു സിംബോളിക് മീനിങ് കൊടുത്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. മരങ്ങളായാലും പുഴകളായാലും അവയ്ക്കെല്ലാം ഒരു മീനിങ് കൊടുത്തുകൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മക്ലൂഹൻ എൻവിഷൻസ് ദാറ്റ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ അപ്ലൈഡ് നോളജ് വിൽ ട്രാൻസ്ലേറ്റ് ഓൾ നേച്ചർ ഇൻ ടു ഹ്യൂമൻ ആർട്ട്. ഇതുപോലെ ഈ ഓട്ടോമേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അപ്ലൈഡ് നോളജിലുള്ള അഡ്വാൻസ്മെൻറ്റിലൂടെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്കിതുപോലെ ഹ്യൂമൻ ആർട്ട് ഫോംസിലേക്ക് മാറ്റാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പക്ഷികൾ പറക്കുന്നതിന് എയ്റോപ്ലെയിനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് പോലെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ഹ്യൂമൻ ഫോംസിലേക്ക് മാറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഹൗ ഡു വേർഡ്സ് ഹെൽപ്പ് us ഷെയർ എക്സ്പീരിയൻസസ്? ഇനി എങ്ങനെയാണ് വാക്കുകൾ നമ്മളെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതെന്ന് ചോദിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വേർഡ്സ് ആക്ട് ആസ് എ ഫസ്റ്റ് മീഡിയം ത്രൂ വിച്ച് ഹ്യൂമൻസ് മേക്ക് ഇന്നർ എക്സ്പീരിയൻസസ് എക്സ്റ്റേണൽ ആൻഡ് കമ്മ്യൂണിക്കബിൾ. നമുക്കറിയാം, വേർഡ്സ് ആണ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് നമ്മുടെ ആദ്യകാല ടെക്നോളജികളിലൊന്ന്. വേർഡ്സിലൂടെയാണ് നമ്മുടെ ഇന്നർ എക്സ്പീരിയൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Words translate inner feelings and sensory perceptions into structured, shareable symbols. ഇനി വേർഡ്സ് നമുക്കറിയാം അൾട്ടിമേറ്റ്ലി സിമ്പിൾസ് ആണ്. നമ്മുടെ ഓരോ ഫീലിങ്സിനും അതുപോലെ തന്നെ ഓരോ ഒബ്ജക്ട്സിനും ഒക്കെ നമ്മളൊരു സിമ്പിൾ എന്ന രീതിയിലാണ് ഓരോ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മുടെ ഇന്നർ തോട്ട്സും ഫീലിങ്സും എല്ലാം ഈ വേർഡ്സ് ആയിട്ടുള്ള സിമ്പിൾസിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ത്രൂ ലാംഗ്വേജ് ഇൻഡിവിജ്വൽസ് കണക്ട് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ടു കളക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കളക്റ്റീവായിട്ട് ഷെയർ ചെയ്യുന്നതിന് ലാംഗ്വേജിലൂടെ സാധിക്കുന്നു. വേർഡ്സ് therefore ഫങ്ഷൻ ആസ് എ ടെക്നോളജി ഓഫ് എക്സ്പ്ലിസിറ്റ്നെസ്. ഇത്തരത്തിൽ വേർഡ്സ് ഒരു ടെക്നോളജി ഓഫ് എക്സ്പ്ലിസിറ്റ്നെസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്നു കാണിക്കുക, ഷെയർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് മേക്സ് തോട്ട് വിസിബിൾ ആൻഡ് എക്സ്പീരിയൻസ് റെക്കോർഡബിൾ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ തോട്ട്സും ഫീലിങ്സും എല്ലാം ഇങ്ങനെ വിസിബിളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതും നമ്മുടെ മെമ്മറീസും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് തോട്ട്സ് എല്ലാം തന്നെ നമ്മൾ മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഈ വേർഡ്സിലൂടെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ലാംഗ്വേജ് ഈ നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. Therefore, words help us share experience as a technology of explicitness. അത്തരത്തിൽ വേർഡ്സ് ഒരു ടെക്നോളജി പോലെയാണ് നമുക്ക് ഇത്തരത്തിൽ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ട്രാൻസ്ലേഷൻ ഈസ് ദ സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ഫോംസ് ഓഫ് നോവിങ്. In what ways does the process of translation, as described by McLuhan, go beyond language? Discuss with a reference to both human communication and technological systems. ഇനി ചാപ്റ്ററിനകത്ത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ബ്രോഡർ ആയിട്ടുള്ള സെൻസിൽ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ എന്ന കൺസെപ്റ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. മക്ലൂഹൻ ഡിസ്ക്രൈബ്സ് ട്രാൻസ്ലേഷൻ നോട്ട് മിയർലി ആസ് ലിംഗ്വിസ്റ്റിക് കൺവേർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന രീതിയിലല്ല ഈ ചാപ്റ്ററിനകത്ത് ട്രാൻസ്ലേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹിസ് കൺസെപ്റ്റ് ഗോസ് ബിയോണ്ട് ലാംഗ്വേജ് ടു ഡിസ്ക്രൈബ് എ യൂണിവേഴ്സൽ പ്രോസസ് ത്രൂ വിച്ച് എക്സ്പീരിയൻസ് ആൻഡ് പെർസെപ്ഷൻ ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ന്യൂ ഫോംസ്. നമ്മുടെ എക്സ്പീരിയൻസും പെർസെപ്ഷനും ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുന്നതിനെയാണ് അദ്ദേഹം ട്രാൻസ്ലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറയുകയുണ്ടായി. ടെക്സ്റ്റ് ചെയ്യുമ്പോഴും കോൾ ചെയ്യുമ്പോഴും അതുപോലെ നേരിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഇന്നർ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ചില ആളുകൾക്ക് ടെക്സ്റ്റിംഗ് ആയിരിക്കും കംഫർട്ട്, ചില ആളുകൾക്ക് കോളിംഗ് ആയിരിക്കും കംഫർട്ട് എന്ന രീതിയിലൊക്കെ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഇന്നർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ നമ്മുടെ ഇന്നർ എക്സ്പീരിയൻസിനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് അദ്ദേഹം ട്രാൻസ്ലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രാൻസ്ലേഷൻ ഇൻ ഈസ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ് ഓൾ ആക്ട്സ് ഓഫ് മീഡിയേഷൻ. എല്ലാ തരത്തിലുള്ള മീഡിയാസിനെയും അദ്ദേഹം ഈ ട്രാൻസ്ലേഷൻ്റെ ഈ ഒരു സ്കോപ്പിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്.
It applies to linguistic, sensory and technological media that reshape human experience. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് ടെക്നോളജി എല്ലാം തന്നെയും നമ്മുടെ എക്സ്പീരിയൻസിന് ചേഞ്ച് ചെയ്യുന്ന എല്ലാ ടെക്നോളജിയെയും അദ്ദേഹം ഈ ഒരു ട്രാൻസ്ലേഷൻ്റെ ഡിസ്ക്രിപ്ഷനകത്തേക്ക് ഉൾപ്പെടുത്തുന്നു. Every medium translates experience from one sensory mode to another. എല്ലാ മീഡിയയും നമ്മുടെ എക്സ്പീരിയൻസിനെ ഒരു മോഡിൽ നിന്ന് വേറൊരു മോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ദി ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ടെക്സ്റ്റ്, ഫോൺ കോൾസ് ആൻഡ് ലെറ്റേഴ്സ് ആർ ഈച്ച് ഡിഫറെൻറ്റ്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ടെക്സ്റ്റ് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ലെറ്റർ എഴുതുന്നതും എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇന്നർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു മീഡിയ വേറൊരു മീഡിയയിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. ലാംഗ്വേജ് ഈസ് എ ഫസ്റ്റ് ടെക്നോളജി ഓഫ് ട്രാൻസ്ലേഷൻ. ഇത്തരത്തിലുള്ള നമ്മുടെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ലാംഗ്വേജ് ആണ് ആദ്യത്തെ ഒരു ടെക്നോളജി എന്ന് നമുക്ക് പറയാം. ഇറ്റ് കൺവേർട്ട്സ് ഇന്നർ സെൻസേഷൻസ് ഇൻ ടു ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ്. നമ്മുടെ ഉള്ളിലുള്ള സെൻസേഷൻസ്, നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും വേണ്ടി ലാംഗ്വേജ് സഹായിക്കുന്നു. In human communication, everyday expressions like rain check translate context and intent. ഇനി ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനകത്ത് തന്നെ നമുക്കറിയാം മെറ്റഫേഴ്സിലൂടെയൊക്കെ തന്നെയും നമുക്ക് ഒരു കണ്ടെക്സ്റ്റ് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് റെയിൻ ചെക്ക് എന്ന് പറയുന്ന ഒരു എവരിഡേ എക്സ്പ്രഷനാണ്. അതിൽ വരുന്നത് നമ്മളെ ഒരാൾ ഒരു കാര്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാൻ താല്പര്യമില്ല എന്ന് നമ്മൾ നേരിട്ട് പറയുന്നതിന് പകരം നമ്മൾ ശ്രമിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നൊരു എക്സ്പ്രഷനാണ്. അത്തരത്തിൽ മനുഷ്യരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനകത്ത് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് പറയുന്നു. ടെക്നോളജി എക്സ്റ്റെൻസ് ദ കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ ബിയോണ്ട് ലാംഗ്വേജ്. ഇനി ടെക്നോളജി നമ്മുടെ ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയുടെ അപ്പുറത്തേക്ക് ഈ ട്രാൻസ്ലേഷൻ്റെ കൺസെപ്റ്റിനെ കൊണ്ടുപോകുന്നു. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ബോത്ത് നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ ഇൻ ടു ന്യൂ ഫോംസ്. ടെക്നോളജിക്കകത്ത് നേച്ചറും അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറും ന്യൂ ഫോംസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഫോർ എക്സാമ്പിൾ, an aeroplane translates the nature of a bird and a wheel translates the function of a feet. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഒരു ബേർഡിൻ്റെ ഒരു നേച്ചറിനെയാണ് എയ്റോപ്ലെയിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാലുകളുടെ ഒരു നേച്ചറിനെ, ഫംഗ്ഷനെയാണ് വേറൊരു രൂപത്തിൽ ചക്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നു. അത്തരത്തിൽ ടെക്നോളജി തന്നെ നേച്ചറിൻ്റെയും ഹ്യൂമൻ നേച്ചറിൻ്റെയും ഒരു ട്രാൻസ്ലേഷനാണെന്ന് പറയുന്നു. Therefore, translation is not limited to language. It describes the transformation of experience across both human communication and technological systems. അപ്പോൾ അത്തരത്തിൽ ട്രാൻസ്ലേഷൻ എന്നതുകൊണ്ട് ഈ ഒരു പാസേജിനകത്ത് അർത്ഥമാക്കുന്നത് ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന രീതിയിലല്ല, മറിച്ച് ഒരു എക്സ്പീരിയൻസിനെ വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് ടെക്നോളജിയിലൂടെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മീഡിയ ആസ് എക്സ്റ്റൻഷൻസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. മീഡിയാസ് ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. മക്ലൂഹൻ ഡിഫൈൻസ് മീഡിയ ആസ് എക്സ്റ്റൻഷൻസ് ഓഫ് മാൻ. ഈ ഒരു പാസേജിൻ്റെ ബേസിക് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കൺസെപ്റ്റാണ്. മീഡിയ എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ എക്സ്റ്റൻഷൻസ് ആണെന്ന് അദ്ദേഹം പറയുന്നു. He argues that modern electronic media extend both human consciousness and experience. അദ്ദേഹം പറയുന്നത് മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ കോൺഷ്യസ്നെസ്, നമ്മുടെ മനസ്സിൻ്റെയും ഒരു എക്സ്റ്റൻഷനായിട്ട് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ്. This observation is rooted in the profound influence of modern media on humans. ഈ ഒരു ഒബ്സർവേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മോഡേൺ മീഡിയയ്ക്ക് മനുഷ്യരിലുള്ള വലിയ രീതിയിലുള്ള സ്വാധീനത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, നമുക്കൊക്കെ എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസം ഫോണില്ലാതെ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ കാലത്തുള്ള മീഡിയയ്ക്ക് മനുഷ്യരിലുള്ള ഈ ഒരു ഇൻഫ്ലുവൻസ് മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ എക്സ്പീരിയൻസിനെ അത് ചേഞ്ച് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. The transform not only how people act but also how they perceive, think and experience the world. അപ്പോൾ മനുഷ്യർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മനുഷ്യർ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ടെക്നോളജി മൂലം സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നു.
early technologies such as wheels, tools and clothing were extensions of the body. ഇനി ആദ്യകാലത്തെ ടെക്നോളജീസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഈ വീൽസ് അല്ലെങ്കിൽ ചക്രങ്ങൾ എന്ന് പറയുന്നത് കാലുകളുടെ എക്സ്റ്റൻഷൻസ് ആണ്, ടൂൾസ് എന്ന് പറയുന്നത് കൈകളുടെ എക്സ്റ്റൻഷൻസ് ആണ്, ഈ ക്ലോത്ത് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ എക്സ്റ്റൻഷൻസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദീസ് ഇൻവെൻഷൻസ് റീഡിഫൈൻഡ് ഹ്യൂമൻ ഇൻ്ററാക്ഷൻ വിത്ത് നേച്ചർ ആൻഡ് എക്സ്പാൻഡഡ് ഫിസിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ആദ്യകാല ഈ ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ മീഡിയയിലൂടെ എല്ലാം സംഭവിച്ചത് നമ്മുടെ ഫിസിക്കൽ എക്സ്പീരിയൻസിലുള്ള ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയുന്നു. മോഡേൺ മീഡിയ ഓൺ ദി അതർ ഹാൻഡ് എക്സ്റ്റെൻഡ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. അപ്പോൾ ആദ്യകാല മീഡിയ നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിരുന്നെങ്കിൽ പുതിയ കാലത്തെ മീഡിയ നമ്മുടെ മനസ്സിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ നെറ്റ്വർക്ക്സ് മേക്ക് ഹ്യൂമൻ അവെയർനെസ് കളക്റ്റീവ് ആൻഡ് ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ആർക്കും എവിടെയുമുള്ള ആളുകളെടുത്ത് ലൈവായിട്ട് നമുക്ക് കാണാം, കേൾക്കാം, സംസാരിക്കാം, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഇൻഫോർമേഷൻ നെറ്റ്വർക്ക്സ്, ലോകത്തിൻ്റെ എവിടെ നടക്കുന്ന കാര്യങ്ങളും ലൈവായിട്ട് ആളുകൾക്ക് ഇങ്ങനെ അറിയാൻ കഴിയുന്നു. ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്കിങ്ങനെ അറിയാൻ കഴിയുന്നു. നമുക്കൊരിക്കലും നമ്മുടേതായ മാത്രമായിട്ടൊരു ലോകത്ത് ജീവിക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മളെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് നമുക്ക് ഈ ഒരു മനുഷ്യരുടെ മനസ്സെന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം എന്ന രീതിയിൽ പറയുന്നത്. The boundary between private and public experience dissolves in the age of electronic media. അത്തരത്തിൽ പ്രൈവറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെ ഇല്ലാത്ത രീതിയിൽ എല്ലാം പബ്ലിക്കായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഇലക്ട്രോണിക് മീഡിയയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. Therefore, media act as extensions of a human experience, reshaping both perception and interaction. അത്തരത്തിൽ ഈ മീഡിയ എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ആദ്യകാല മീഡിയയിൽ ടെക്നോളജിക്കകത്ത് ശരീരത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ മോഡേൺ മീഡിയയ്ക്കകത്ത് മനസ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാവുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.